വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രം കോവളത്തേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ കോവളം ബീച്ചിലേക്ക് പോവുകയാണ്. പോകുന്ന വഴികളിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കോവളം ബീച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് ഞങ്ങൾ പോയി. നല്ല തെങ്ങുകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റൂട്ട് കാണാനായിട്ട്. ഞങ്ങൾ നേരെ ചെന്ന് നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവളം ബീച്ചിൻ്റെ ഉള്ള ആൾക്കാരും ക്രൗഡൊന്നും നമ്മൾ അവിടെ കണ്ടില്ല. നമുക്കവിടെ തിരമാലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഏതായാലും വന്നതല്ലേ, കുറച്ച് ചുറ്റും നടന്നു നോക്കി. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങറ്റം വരെ ഒന്ന് നടന്നു പോയി നോക്കി. അങ്ങറ്റത്തേക്കും ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറി നിൽക്കുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗൈഡന്മാരൊക്കെ ഉണ്ട്. നമ്മളെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ആൾക്കാരും ഈ ഒരു ഭാഗത്ത് കുറവായിട്ടാണ് കണ്ടത്. ഒരു പോലീസ് ഓഫീസറും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ബീച്ചിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവരത് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ചുറ്റും നടന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നത്, നല്ലൊരു ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ടാണ് ആ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ബസ്സിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ തിരിച്ച് പോവാണെന്ന് തോന്നുന്നു. അത് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ വൈബ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് കോവളം ബീച്ചിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കതേ ഒരു മയിലിനെ കണ്ടു കേട്ടോ. ആള് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, ആര് വിളിക്കുന്നത് പോലെ തോന്നി. ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങൾ നേരെ ബീച്ചിന്റെ സൈഡിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പൊ നേരെ ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടത് അവിടെ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. നമുക്ക് സൈഡിലൂടെ പോകാം, അങ്ങറ്റം വരെ നമുക്ക് നടന്ന് കാണാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് നേരെ നടക്കാം കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വ്യൂ ആണ്, നല്ല കാറ്റും ഉണ്ട്. നമ്മൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ വലിയ ചൂടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ച് മഴ ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നടക്കുമ്പോഴത്തേക്ക് കോവളത്തെ ബോർഡൊക്കെ കണ്ടു. കുറച്ച് ക്രൗഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ശരിക്കും കണ്ടു തുടങ്ങിയത്. ആ ഒരു ഭാഗത്തേക്കല്ല നമ്മൾ ആദ്യം ചെല്ലേണ്ടിയിരുന്നത്, തൊട്ടിപ്പുറത്തുള്ള റോഡ് വഴിയാണ് വരേണ്ടത്. അവിടെയാണ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്, അവിടെയാണ് കേട്ടോ. അപ്പൊ അവിടെ പാർക്ക് ചെയ്തിട്ടല്ല ഞങ്ങൾ വന്നത്, റോഡ് സൈഡിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് വന്ന് ആ വഴി വന്നതുകൊണ്ട് നമുക്കൊരു മയിലിനെയും കാണാൻ സാധിച്ചു കേട്ടോ. ഇവിടെ നമ്മൾ നേരെ നടക്കുമ്പോൾ ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പൂളുള്ള റിസോർട്ടുകളും കഫേകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കടലിന്റെ ഭംഗിയും ആസ്വദിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും ടൈം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ നമ്മൾ നേരെ പോകുമ്പോഴാണ് കോവളം ലൈറ്റ് ഹൗസ്. ഈ ഒരു തെക്ക് ഭാഗത്തായിട്ടാണ് ഈ കോവളം ലൈറ്റ് ഹൗസ്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ട് കയറാനായിട്ട് നമുക്ക് സാധിക്കില്ല, അവിടെ ഇപ്പുറം വരെ നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മൾ ഒത്തിരി ദൂരം നടന്നു പോകുന്നു കേട്ടോ.
നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പും തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരെ പോയിട്ട് ഒരു കഫേയിലാണ് കയറിയത്. ഒരുപാട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു കഫേയാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകിച്ച് സ്പെഷ്യൽ കാര്യമൊന്നും പറഞ്ഞില്ല, നോർമൽ ഡിഷസ് ആണ് പറഞ്ഞത്. ഒരു പാസ്തയും പറഞ്ഞു, ഒരു ബർഗറും പറഞ്ഞു. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, കഴിച്ചു. മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.